ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. മദ്രാസ് മാറ്റിനി എന്ന് പറഞ്ഞിട്ടുള്ള ജൂൺ 6 തിയേറ്ററിൽ റിലീസാവുന്നത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഈസ് എന്ന് പറഞ്ഞതിന്റെ സ്നീക്ക് പീക്ക് പുറത്തിറങ്ങി. പിന്നെ ഡിറ്റക്റ്റീവ് ജലം എന്ന് പറഞ്ഞിട്ടുള്ള തിയേറ്ററിൽ പുറത്തിറങ്ങിയിരുന്നു. ഒരു കുഴപ്പമില്ലാത്ത അഭിപ്രായമാണ് കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മോശം ഒന്നും പറഞ്ഞിട്ടില്ല ആരും. പിന്നെ സർക്കിട്ട് എന്ന് പറഞ്ഞിടത്തിലത്തെ രാവി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മാർണമി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൽ നിന്ന് ചൈത്ര ജയ ആചാറിന്റെ പേര് ദീക്ഷ എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ തഗ്ലൈഫ് എന്ന് പറഞ്ഞിടത്തിൽ നിന്ന് വിൻവെലി നായക എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറക്കിയിട്ടുണ്ട് ഓഡിയോ ലോഞ്ചിൽ നിന്ന്. അപ്പോൾ അത് പാടിയിട്ടുള്ള ശ്രുതിഹാസനായിരുന്നു. അപ്പോൾ ലൈവ് പെർഫോമൻസ് ഒക്കെ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമായിട്ട് കാണേണ്ടവർക്ക് കണ്ടോക്കാം. പിന്നെ ഹരിഹര വീരമല്ലു എന്ന് പറഞ്ഞതിന്റെ 18 days to go പോസ്റ്റർ വന്നു. പിന്നെ ശിവണ്ണ 131 ആ പടത്തിൽ നിന്ന് നവീൻ ശങ്കറിന്റെ ബർത്ത്ഡേ വിഷ് കൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. ആളുടെ പടത്തിലത്തെ പേര് ചാർലി എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞ 25 തിയേറ്ററിൽ ഓടിൻ്റെ ഒരു പോസ്റ്റർ വന്നു. അതുമാതിരി റെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള തിയേറ്ററിൽ 25 ഓടിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ റോന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ജൂൺ 13 റിലീസ് ആവാനുള്ള അറിയിച്ചുകൊണ്ട് പുതിയൊരു പോസ്റ്റർ കൂടി വന്നിട്ടുണ്ട്. പിന്നെ മാസ്റ്റർ ജല എന്ന് പറഞ്ഞതിന്റെ ഭാഗത്ത് നിന്ന് ജെയിംസ് കൊലോറിയോ എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക് ഡയറക്ടറുടെ ബർത്ത്ഡേ വിഷ് കൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. അതേമാതിരി ഡക്കോട്ട് എന്ന് പറഞ്ഞ പടത്തിന്റെയും മ്യൂസിക് ഡയറക്ടർ ആൾ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് ബർത്ത്ഡേ വിഷ് കൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. എന്തായാലും ഡക്കോട്ട് എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു ഫയർ ഗ്ലിംസ് ഇന്നലെ പുറത്തിറക്കിയിട്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ലാത്തൊരു ഗ്ലിംസ് ആയിട്ടാണ് തോന്നിയത്. എന്തായാലും പടം ഡിസംബർ 25 റിലീസ് ആവാനുള്ള ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ കുബേര എന്ന് പറഞ്ഞിടത്തിലത്തെ ട്രാൻസ് ഓഫ് കുബേര എന്ന് പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഭയങ്കര സംഭവം എന്ന് വിചാരിച്ചു, പക്ഷെ അത്ര ഒന്നും ആയിട്ടില്ല. എന്തായാലും കുഴപ്പമില്ലാത്തൊരു പാട്ടായിട്ടാണ് തോന്നി. 7 million+ വ്യൂസോ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഡ്യൂഡ് എന്ന് പറഞ്ഞിടത്തിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്ന സായി അബിൻകറാണ്. അപ്പോൾ അതിന്റെ വർക്കൊക്കെ തുടങ്ങിയിട്ട് എന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മാർഗം എന്ന് പറഞ്ഞിടത്തിന്റെ ട്രെയിലർ ഇന്ന് 5 മണിക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. കണ്ടവർക്ക് കണ്ടോക്കാം. പിന്നെ ദുൽഖർ സൽമാന്റെ അയം ഗെയിം എന്ന് പറഞ്ഞിടത്തിന്റെ തിരുവനന്തപുരത്തുള്ള ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്റ്റേഡിയത്തിലായിരുന്നു മെയിൻ ആയിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ അടുത്ത കൊച്ചിയിൽ വെച്ചിട്ടാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ സെറ്റ് വർക്ക് ഈ ജൂണിലും ജൂലൈയിലായിട്ട് അവർ തുടങ്ങിയിട്ട് തീർക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഓഗസ്റ്റ് പകുതിയോടെ കൂടിയിട്ടായിരിക്കും ദുൽഖർ പിന്നെ അതിൽ ജോയിൻ ചെയ്യേണ്ടായിരിക്കുക അതിന്റെ ഷൂട്ടിൽ. എന്തായാലും ഈ ഓഗസ്റ്റ് വരെ അപ്പോൾ ദുൽഖറിന്റെ ടൈം ഉണ്ട്. ആ ടൈമിൽ ആകാശം ലോകട്ടാര എന്ന് പറഞ്ഞതിന്റെ ഷൂട്ടിംഗ് തീർക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മിക്കവാറും തീരുണ്ടായിരിക്കും. എന്തായാലും ആകാശം ലോകട്ടാര എന്ന് പറഞ്ഞതിന്റെ ഡയറക്ടറായിട്ടുള്ള പവൻ സതിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ വിഷയം പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പടത്തിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞാട്ട് മുന്നായിട്ട് തന്നെ കാന്ത എന്ന് പറഞ്ഞതിന്റെ റിലീസ് ഉണ്ടാവും എന്നുള്ളതാണ് കേൾക്കുന്നത്. ജൂലൈയിലൊക്കെ ആയിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. പിന്നെ കാർത്തിയുടെ ബർത്ത്ഡേ ആയിട്ട് വാത്തിയാർ എന്ന് പറഞ്ഞതിന്റെ ഭാഗത്ത് നിന്ന് ബർത്ത്ഡേ വിഷയം പോസ്റ്റർ വന്നിരുന്നു. അതേമാതിരി സർദാർ 2 എന്ന് പറഞ്ഞതിന്റെ ഭാഗത്ത് നിന്ന് ബർത്ത്ഡേ വിഷയം പോസ്റ്റർ വന്നിട്ടുണ്ട്. രണ്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ ഹിറ്റ് ദ ഫോർത്ത് കേസ് എന്ന് പറഞ്ഞതിന്റെ ഭാഗത്ത് നിന്ന് ബർത്ത്ഡേ വിഷയം കൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഹിറ്റ് വേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിൽ 4ാമത്തായിട്ട് എത്തുന്ന ACP വീരപ്പൻ എന്ന് പറഞ്ഞിട്ട് കാർത്തിയാണ്. അപ്പോൾ അതിന്റെ പോസ്റ്ററാണ് പുറത്തിട്ടിട്ടുള്ളത്. എന്തായാലും ഫസ്റ്റ് വിശേഷൻ വന്നു, പിന്നെ അതിശേഷം വന്നു, പിന്നെ ഞാനി വന്നു. ഇപ്പം അടുത്തത് ആളാണ് വരുന്നത്. എന്തായാലും ഹിറ്റ് ദ തേർഡ് കേസ് എന്ന് പറഞ്ഞതിന്റെ ലാസ്റ്റിൽ ആളെ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടത്. ഞാൻ പടം എന്തായാലും കണ്ടിട്ടില്ല, OTT റിലീസായിട്ട് കാണുള്ളൂ. പിന്നെ അതേ കോൾ ഹിം മോജി എന്നിട്ടുള്ള പവൻ കല്യാണിന്റെ അടുത്തായിട്ട് റിലീസിന് എത്താൻ പോണ പടം. അവിടത്തിന്റെ റിലീസ് ഡേറ്റ് കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും പവൻ കല്യാണിന് വരാൻ പോണ പടങ്ങളിൽ ഞാൻ വെയിറ്റ് ചെയ്യുന്ന പടത്താണ്. എന്തായാലും ഈ പടം ഇപ്പോൾ സെപ്റ്റംബർ 25 റിലീസ് ആവാനുള്ള അറിയിച്ചിട്ടുണ്ട്. 25 എന്നുള്ള രീതിയിൽ വെച്ചാൽ 2025 സെപ്റ്റംബർ 25 ഉണ്ടാവും എന്നുള്ള രീതിയിൽ അറിയിച്ചുകൊണ്ടാണ് പോസ്റ്റർ ആക്കിയിട്ടുള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ.